നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏത്തവാഴ കൃഷിയാണ്. ഏത്തവാഴ കൃഷി ഈ വാഴകളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, എങ്ങനെ വെക്കണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വളങ്ങൾ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് വീഡിയോ ഉണ്ട്, അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എങ്ങനെയുള്ള കണ്ണുകൾ തിരഞ്ഞെടുക്കണം, ഏതെല്ലാം വളങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വളങ്ങൾ ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മളിവിടെ ജൈവവളങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ കോഴിവളം, അതുപോലെ നമുക്ക് കമ്പോസ്റ്റ് കൊടുക്കാം, ആട്ടുംകാഷ്ടം, ചാണകം കൊടുക്കാം, ഏത് വളം വേണമെങ്കിലും ജൈവവളം കൊടുക്കാം. പിന്നെ അല്ലാത്ത രാസവളം ചെയ്യുന്നവർക്ക് രാസവളം ആ രീതിയിൽ ചെയ്യാം. നമ്മൾ ഈ വാഴയിൽ പ്രധാനമായിട്ടും ജൈവവളങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഏത്തക്കായൊക്കെ നോക്കി നല്ല മുഴുത്ത് നല്ല വലിപ്പമുണ്ട്. ഒരു 10-15 കിലോ മേളിൽ വലിപ്പമുള്ള കായകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു കായ മൂത്ത് പഴുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് വെട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ കൊലയാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഈ വാഴയുടെ ഹൈറ്റ് അനുസരിച്ച് കുറച്ച് മുകളിലായിട്ട് വെട്ടിയാലാണ് നമുക്ക് വലിച്ച് താഴെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെട്ടുമ്പോൾ നമ്മളുടെ ഹൈറ്റിൽ നിന്ന് കുറച്ചുകൂടി പകുതിക്ക് മുകളിലായിട്ട് വെട്ടണം, അല്ലെങ്കിൽ ഈ കൊല വന്ന് താഴെ വന്ന് അടിക്കും. അപ്പോൾ നമുക്ക് ഈ വള്ളിയിൽ പിടിച്ച് വലിച്ച് എടുക്കാം. ഇത് കായ്ക്കൊല വെട്ടാണ്, കുറച്ച് മുകളിലായിട്ട് വെട്ടുക. ഈ വള്ളിയിൽ പിടിച്ച് വലിക്കുക. നമ്മുടെ കായ്ക്കൊല താഴെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ മേളിലായിട്ട് വെട്ടാം. നല്ല വെയിറ്റാ. ഇത് 15 കിലോയിലും മുകളിൽ വലിപ്പമുണ്ട്. വെയിറ്റുണ്ട്. നല്ല തൊടമുള്ള കായാണ് ഏത്തക്കായ. 10-15 കിലോയിലും മുകളിൽ തൂക്കം വരും. എല്ലാം നല്ല മുഴുത്ത് നല്ല ഇപ്പോൾ പഴുത്തു തുടങ്ങി. ശരിക്കും ഇത്രയും മൂക്കാനായിട്ട് ഇടണ്ട. 2 ദിവസം നമ്മൾ വന്ന് നോക്കിയില്ല, അതുകൊണ്ടാണ് ഈ രീതിയിലായത് പഴുത്തു വന്നത്. കായ്ക്കുല കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അതിൻ്റെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ്, പക്ഷേ പഴുത്ത കാരണമാണ് ഞാൻ വെട്ടിയത്. അപ്പോൾ അത് 19.5 കിലോ തൂക്കം ഉണ്ടായിരുന്നു. 19 കിലോയിൽ 1/2 കിലോ കുറച്ചിട്ട് 62 രൂപ വെച്ച് നമുക്ക് ആ കായ്ക്കുലയ്ക്ക് കിട്ടി. നേന്ത്രം കായ്ക്ക് 62 രൂപ കിലോ നമുക്ക് കടക്കാരൻ തന്നു. അപ്പോൾ 1178 രൂപ ഒരൊറ്റ കൊലയിൽ കിട്ടി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു നേന്ത്രവാഴക്കൊല തന്നെയല്ല, ഏത് കൊലയായാലും വാഴക്കൊല ഒരൊറ്റ കൊലയിൽ ഈ 1000-ന് മേളിൽ പൈസ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.